ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? ഇങ്ങനത്തെ ഒരു ചിക്കൻ കറി നിങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാവുമോ എന്ന് വളരെ സംശയമാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം കഴുകുക. എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് ഇതെല്ലാം പെരക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ശരിയായ പണിയായി ഇതെടുക്കേണ്ടത് കുക്കർ ചൂടായ ശേഷം അതിൽ എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിക്കുക. അതിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇടുക. എന്നിട്ട് നമ്മൾ കുഞ്ഞുള്ളിയില്ലേ, വലിയുള്ളീൻ്റെ കുഞ്ഞുള്ളി ഇടുക. അത് കുറച്ച് നല്ലോണം വാടി വരുന്നവരെ നമ്മൾ ഇളക്കണം. കുറച്ച് ഉപ്പിട്ടാൽ ഉള്ളി പെട്ടെന്ന് വാടി വരും. അതിനുശേഷം തക്കാളി ഇടുക, നല്ലോണം ഇളക്കുക. ഉപ്പ് അന്നേരം ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ട ശേഷമാണ് ഉപ്പിട്ടെ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇളക്കിയിട്ട് നമ്മൾ ആ കുക്കർ മൂടി വെക്കണം. കുക്കറിന് ഒറ്റ വിസിലേ വരണ്ടു. ഞാൻ പണിയെടുക്കുമ്പോഴത്തേക്ക് തുമ്പി എണീച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളൊക്കെ കയറി. കുക്കറിൻ്റെ വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ പെരക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇടണം. എന്നിട്ട് നല്ലോണം ഇളക്കണം. അടിയെ ഇളക്കിയിട്ടില്ലെങ്കിൽ ഇനി വിസിലിടുമ്പോഴത്തേക്ക് ബാക്കി ഉള്ളിയെല്ലാം അടിക്ക് പിടിക്കും. ചിക്കൻ വേവാനും ഒറ്റ വിസിൽ മാത്രമേ ആവശ്യമുള്ളൂ. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമ്മളൊരു ചീൻചട്ടിയിൽ ചിക്കൻ മസാല, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി എടുക്കണം. ഇതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ ചിക്കൻ നല്ല കളറും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിനുശേഷം വന്ന ചിക്കൻ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇളക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ മസാലക്കൂട്ട് ഈ ചിക്കനിലേക്ക് ആക്കണം. അടുത്തതാണ് മെയിൻ ഐറ്റം, ചിക്കൻ കറി ഇത്രയും സിമ്പിളാക്കുന്ന സാധനം. വറുത്തരച്ച തേങ്ങ നമുക്ക് പീടിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ ചിക്കനിലേക്ക് ആക്കണം. ഇനി ബാക്കി വന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് ഒരു ശേഷം അടുത്ത പരിപാടി കറിക്ക് വറുത്തിടലാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് അത് എണ്ണയിൽ നല്ലോണം മുരിച്ചെടുക്കണം. നല്ല മൊരിഞ്ഞു വന്ന തേങ്ങക്കൊത്ത് നമ്മൾ ഇറച്ചിക്കറിയിലാക്കിയിട്ട് നല്ലോണം ഇളക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന പാട് ഓടി അടുക്കളയിലേക്കാണ് വന്നത്. ചിക്കൻ്റെ മണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓള് കൈ നീട്ടി ടേസ്റ്റ് ഒക്കെ വേണ്ടിയിട്ട് തുമ്പി അപ്പാടും കൈ നീട്ടി. അങ്ങനെ രണ്ടാളും അതിൻ്റെ ടേസ്റ്റിലെല്ലാം നോക്കി അടിപൊളിയാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി രണ്ടാൾക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. രണ്ടാളും പിന്നെയും എടുത്ത് നോക്കുന്നുണ്ടേനു. ഇനി ഇറച്ചി ഉണ്ടാക്കുമ്പോൾ ഈ എളുപ്പപ്പണി നിങ്ങളും ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഇഷ്ടമല്ല എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.